RSSനെതിരെ ദീപിക ദിനപത്രം ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടേണ്ട എന്നും കേസരിയിലെ ലേഖനം RSSന്റെ തനിനിറമാണെന്നും വിമർശനം മുന്നോട്ട് വച്ചിരിക്കുന്നു. രൂക്ഷമായ പരാമർശങ്ങളാണ് ആ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിൽ ക്രൈസ്തവരുടെ തോളിലേക്ക് കൈനീട്ടി നിൽക്കുകയാണ് BJP. മറുകൈ എവിടെയാണെന്ന് മനസ്സിലാകാത്തവർക്കും മനസ്സിലായില്ലെന്ന് നടിക്കുന്ന ഇടനിലക്കാർക്കും മതരാഷ്ട്ര മനുസ്മൃതി സ്വപ്നങ്ങൾ തുടരാം എന്ന് ദീപിക എഴുതുമ്പോൾ അതിന് കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ BJP ഇവിടെ ക്രൈസ്തവർക്ക് നേരെ കൈനീട്ടി നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ അതിക്രമങ്ങൾ നടത്തുമ്പോഴും ഇവിടെ പല പിതാക്കന്മാരും BJPയോട് അനുകൂല സമീപനം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സംഘപരിവാറിനോട് സമവായപ്പെട്ട് അല്ലെങ്കിൽ സമരസപ്പെട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷേ ഈ വിമർശനം അവർക്ക് കൂടി ചെന്ന് കൊള്ളുന്നുണ്ടാകാം. സനോജ് കൂടി എന്നോടൊപ്പം ചേരുകയാണ് കോട്ടയത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. സനോജ്, ഇതാ രൂക്ഷമായ വിമർശനം. ഇതാദ്യമായിട്ടായിരിക്കാം സമീപകാലത്ത് RSSന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ക്രൈസ്തവ സഭയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വിമർശനം വരുന്നത്. തീർച്ചയായിട്ടും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രമേൽ രൂക്ഷമായി ദീപിക ഇതിനു മുമ്പ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ടാവില്ല. അത്രത്തോളം രൂക്ഷമായിട്ടാണ് ദീപികയിൽ ഇന്ന് ലേഖനം വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSSന്റെ മുഖപത്രമായിട്ടുള്ള കേസരിയിൽ ലേഖനമുണ്ടായിരുന്നു. അതിൽ കത്തോലിക്ക സഭയെ അതിരൂക്ഷമായ രീതിയിൽ വിമർശിച്ചുകൊണ്ടായിരുന്നു ഹിന്ദു ഐക്യവേദിയുടെ ഭാരവാഹിയായിട്ടുള്ള ESBG ലേഖനം എഴുതിയത്. അതിനെതിരെയാണ് അതേ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് അതിരൂക്ഷമായ ഭാഷയിൽ ദീപിക ലേഖനം എഴുതിയിട്ടുള്ളത്. എഡിറ്റോറിയൽ ലേഖനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായം തന്നെയായിട്ട് വേണം കരുതാൻ. കാരണം സഭയുടെ മുഖപത്രമായിട്ടുള്ള ദീപികയിൽ എഡിറ്റോറിയൽ ലേഖനം വരുമ്പോൾ അത് സഭയുടെ ഔദ്യോഗിക നിലപാട് തന്നെയാണ്. അതിൽ ഹെഡിങ് ഇങ്ങനെയാണ്: ക്രൈസ്തവരെ ചാരി ഭരണഘടനയെ വെട്ടേണ്ട സാഹചര്യമില്ല. ക്രൈസ്തവർ ആഗോളതലത്തിൽ എന്ന പോലെ രാജ്യത്തിനും ഭീഷണിയാണെന്നും ജാഗ്രത പാലിക്കണമെന്നും ധ്വനിപ്പിക്കുന്ന വിഷലിപ്തമായ ലേഖനം സംഘപരിവാറിന്റെ പോഷക സംഘടനകളിൽ ഒന്നിന്റെ നേതാവ് RSS പ്രസിദ്ധീകരണത്തിന് എഴുതിയതിൽ അതിശയോക്തിയില്ല എന്നുള്ളതാണ് ദീപികയിലെ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും മാറി നിന്ന് ബ്രിട്ടീഷുകാരുടെ ചിഹ്നിപ്പിക്കൽ യന്ത്രത്തിന് എണ്ണ ഇട്ടുകൊടുത്ത വർഗീയവാദ പ്രസ്ഥാനമാണ് RSS. ദേശസ്നേഹികൾ സാമ്രാജ്യത്തെ ആട്ടിപ്പായിച്ചതിനു ശേഷവും അതേ പണി തുടരുകയാണ് RSS. അടുത്തയിടെ BJP സംസ്ഥാനങ്ങൾ മൂർച്ചകൂട്ടിയ മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധവും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നും ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികൾ എന്ന ലേഖനം ഇഴഞ്ഞ് അവസാന വരികളിലെത്തിയപ്പോഴാണ് ഇതിനെതിരെ അതിരൂക്ഷ വിമർശനം ഉണ്ടായത് എന്നും വിധേയിൽ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, കേരളത്തിൽ ക്രൈസ്തവരുടെ തോളിലേക്ക് കൈനീട്ടി നിൽക്കുന്ന BJPയുടെ മറുകൈ എവിടെയാണെന്ന് മനസ്സിലാക്കാത്തവർക്കും മനസ്സിലായില്ലെന്ന് നടിക്കുന്ന ഇടനിലക്കാർക്കും മതരാഷ്ട്ര മനുസ്മൃതിയിൽ സ്വപ്നങ്ങൾ തുടരാമെന്നും ലേഖനത്തിൽ ഒളിയമ്പുണ്ട്. അതായത് ഈ ആ ഒളിയമ്പിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ സംസാരിച്ചത് സനോജ്. ആ ഒളിയമ്പിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ സംസാരിച്ചത്. ആ ഒളിയമ്പ് ചെന്ന് കൊള്ളുന്നത് ആർക്കെതിരെയായിരിക്കാം സനോജ്? ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും പലപ്പോഴും സംഘപരിവാറിനോട് സമരസപ്പെട്ട് നിൽക്കുന്ന BJPക്ക് അനുകൂലമായി സംസാരിക്കാറുള്ള ചില പിതാക്കന്മാരിലേക്കാണോ ആ ഒളിയമ്പ് ചെന്ന് കൊള്ളുന്നത്? തീർച്ചയായിട്ടും മനു, അങ്ങനെ തന്നെ വേണം അതിനെ കരുതാൻ. കാരണം സഭയ്ക്കുള്ളിലുള്ള ചില ആളുകൾ BJPയുടെ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പറ്റുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് അനുകൂലമായ ചില നിലപാടുകൾ പല സമയങ്ങളിലും സ്വീകരിച്ചിട്ടുണ്ട്. അത് സഭയെ സംബന്ധിച്ച് വളരെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംഭവ വികാസമാണ്. അത്തരക്കാർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് സഭയുടെ ഔദ്യോഗിക മുഖപത്രമായിട്ടുള്ള ദീപികയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ ഭാഗമായി നിൽക്കുന്ന ചില ക്രൈസ്തവ നേതാക്കന്മാർ കൂടിയുണ്ട്. അവർക്കെതിരെ കൂടിയാണ് ഈ ലേഖനത്തിൽ ഇത്തരത്തിലുള്ള ഒളിയമ്പ് ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം കരുതാൻ. എന്തായാലും അതിരൂക്ഷമായ ഭാഷയിലാണ് ദീപിക RSSനെതിരെ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം.